This video is sponsored by SBO Digital Marketing. ஸ்கிப் பண்ணாதீங்க, பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும். கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു മുരിങ്ങയിലയുടെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് പേഴ്സണലി ഈ മുരിങ്ങയില അത്ര ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടായ സമയത്താണ് ഈ മുരിങ്ങയില കഴിക്കുന്നതും അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ബോധേഡാവുന്നത്. ഒരു മാജിക്കൽ ലീഫ് തന്നെയാണ് കേട്ടോ ഇത്. ഒരു ഫുൾ ഓഫ് റിച്ച് ന്യൂട്രിയൻസ്, അതിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ. ഇതിലില്ലാത്ത ഒന്നുമില്ല. അയൺ, കാൽസ്യം, അങ്ങനെ ഇഷ്ടംപോലെ വൈറ്റമിൻസ്, മിനറൽസ് കൊണ്ടുള്ള ഒരു പാക്കേജാണ് ഈ മുരിങ്ങയില. ആർക്കും അത്ര വലിയ താല്പര്യമില്ലാത്തൊരു ഇതായിരിക്കും ഇത്. പക്ഷേ ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കും. ഞാൻ ഇതിന് മുന്നേ മുരിങ്ങയിലയുടെ സൂപ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ലേഡീസിനും ഗേൾസിനും വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളെന്തായാലും ഈ മുരിങ്ങയില നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കണം. അപ്പം ഞാനിവിടെ ഒരു മുരിങ്ങയിലയുടെ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ മുരിങ്ങയില ആദ്യം നന്നായിട്ട് ലീഫ് ഉതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, പിന്നെ ചെറിയുള്ളി നല്ലോണം ചേർക്കുന്നുണ്ട്. ഞാൻ ചെറിയുള്ളിയും തേങ്ങയും കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോഴേ നമുക്ക് ആ കയ്പ്പ് രസമൊന്ന് മാറിക്കിട്ടുള്ളൂ. ചെറിയുള്ളി ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്, തേങ്ങയും കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും ഇത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്ത് വയ്ക്കണം. മുരിങ്ങയില നിങ്ങളുടെ ഇഷ്ടത്തിന്, അത് ഉതിർത്തിടാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഞാനിവിടെ കടായിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് താളിച്ചതിന് ശേഷം ആ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ചെറിയുള്ളി ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ, വലിയ ഉള്ളിനെക്കാട്ടും. പിന്നെ നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില എത്ര ഉണ്ടെങ്കിലും അതായി വരുമ്പോഴത്തേക്ക് നേരെ പകുതിയായി പോകും. പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ കഴുകിയെടുത്ത ഇലയ്ക്കകത്തുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചിള്ളി ഇങ്ങനെ എടുക്കാം. ഇത്തിരി വെള്ളത്തിന് അംശമുള്ളതുകൊണ്ട് ഓരോ ഇലയും ഇങ്ങനെ ഒട്ടി പിടിക്കുന്നതാണ്. നമ്മളതിന് ഇങ്ങനെ മാറ്റി വിടർത്തി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആവും. അപ്പോഴേ നന്നായിട്ട് വേവുള്ളൂ ഓരോ ഇലയും. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ ചെറിയുള്ളിയുടെയും തേങ്ങയുടെയും ഇതിൽ കിടന്ന ആ മുരിങ്ങയില വേവുമ്പോഴും ആ കയ്പ്പൊക്കെ ഒട്ടും ഇല്ലാണ്ടാവും. നമ്മൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, മുരിങ്ങയിലയുടെ ആ കയ്പ്പേ കാണത്തില്ല. നമ്മൾ ഇപ്പം നോക്കുമ്പോൾ മുരിങ്ങയില കാണാനേ ഇല്ല, തേങ്ങയും ഉള്ളിയും മാത്രമേ കാണുള്ളൂ. നമ്മൾ എത്ര മുരിങ്ങയില ചേർത്താലും അത് ചുരുങ്ങി വരും. അപ്പം നമ്മുടെ മുരിങ്ങയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.